Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു അല്ലേ? ഓക്കെ, ഇപ്പൊ എല്ലാവരും വേഗം കയറിയിട്ടാ ക്ലാസ്സിനകത്തേക്ക്. ഇന്നലെ നമ്മള് പറഞ്ഞത് ഹീമോഡയാലിസിസ് ആയിരുന്നു. വായിച്ചു നോക്കിയോ നിങ്ങള്? വായിച്ചു നോക്കിയോ? അതിനാരും ഒന്നും പറയുന്നില്ല. വായിച്ചു നോക്കിയേ? ഓക്കെ, വായിച്ചു നോക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ മറന്നു പോകും. ചില ടേംസ്, ചില ഷോർട്ട് ഫോംസ് ഒക്കെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞത് ഹീമോഡയാലിസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ വാസ്കുലർ ആക്സസ് സൈറ്റുകൾ അല്ലെ, വാസ്കുലർ ആക്സസ് സൈറ്റുകൾ 3 തരത്തിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? AV ഫിസ്റ്റുല, അതുപോലെ AV ഗ്രാഫ്റ്റ്, പിന്നെ കത്തീറ്റർ അല്ലെ. പിന്നെ നമ്മള് നെഫ്രോളജിസ്റ്റ് ആരാണെന്നും ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആരാണെന്നൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു ഇല്ലേ. അപ്പം AV ഫിസ്റ്റുല നമ്മുടെ ആർട്ടറിയും അതുപോലെ തന്നെ വെയിനുള്ള ഡയറക്റ്റ് കണക്ഷന് നമ്മൾ എന്താ പറയാ? ഡയറക്റ്റ് കണക്ഷൻ എന്തായിരുന്നു? ഏതായിരുന്നു? വായിച്ചില്ലേ നിങ്ങള്? ഡയറക്റ്റ് ആയിട്ടുള്ള കണക്ഷൻ എന്തായിരുന്നു? AV ഫിസ്റ്റുല ആയിരുന്നു അല്ലെ. അതേസമയം നമ്മുടെ ആർട്ടറിയെയും വെയിനെയും ഇൻഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് ത്രൂ എ ഹോളോസിന്തറ്റിക് ട്യൂബ്, അതിന് നമ്മൾ എന്താണ് പറയുന്നത്? AV ഗ്രാഫ്റ്റ് എന്നാണ് പറയുന്നത് അല്ലെ. അതെ, AV ഗ്രാഫ്റ്റ്. പിന്നെ നമ്മൾ കത്തീറ്റർ പറഞ്ഞു. അപ്പോ പലതരത്തിൽ അറിയുന്ന ചോദ്യങ്ങൾ വരാം കേട്ടോ. അതായത് പെർമനന്റ് ആയിട്ടുള്ള വാസ്കുലർ ആക്സസ് സൈറ്റുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ അത് AV ഫിസ്റ്റുലയും അതുപോലെ തന്നെ AV ഗ്രാഫ്റ്റുമാണ്. അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ എന്താ, ലോങ് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് എന്താണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് AV ഫിസ്റ്റുലയും പറയാം, AV ഗ്രാഫ്റ്റും പറയാം. അതേസമയം നമ്മുടെ ടെമ്പററി ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? അത് കത്തീറ്റർ ആണ് അല്ലെ. അത് വന്നിട്ട് ഷോർട്ട് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റിലാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. കത്തീറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് ധാരാളം ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അല്ലെ. അതുകൊണ്ടാണ് അത് ടെമ്പററി വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. ഇന്നലെ വായിച്ച് നോക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും വായിക്കണേ, പിന്നീട് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് വരും. നമ്മൾ ഈ സെക്കൻഡ് മൊഡ്യൂളും ഒക്കെ തീർന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സാം വരും കേട്ടോ. ഫസ്റ്റും സെക്കൻഡും കൂടിയിട്ട് എക്സാം വരും നിങ്ങൾക്ക്. അപ്പോ നേരം എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് പഠിച്ച് പോലെ ബുദ്ധിമുട്ടായിരിക്കും. അന്നന്ന് എടുക്കുന്ന കാര്യങ്ങള് അന്നന്ന് തന്നെ മാക്സിമം വായിച്ച്. ഇല്ല, ഡേറ്റ് വന്നിട്ടില്ല കേട്ടോ. ഡേറ്റ് വരുമെന്ന് ഞാൻ പറയാണ്. നമ്മുടെ പോർഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാല് എക്സാം വരും കേട്ടോ. അത് അവരുടെ ഡേറ്റ് അറിയിക്കും. അപ്പോ അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടെങ്കിലും കിടക്കാൻ നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്റെ മനസ്സിൽ നിന്ന് പോകും. എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. ശരി, അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ്. ഓക്കെ നസീബ. ശരി. അപ്പൊ ഇനി നമ്മൾ ഇനി ഇന്നലെ പറഞ്ഞത് ഡയാലിസിസ് പ്രധാനമായിട്ടും 2 തരത്തിലാണ് ഉള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. ഏതൊക്കെയായിരുന്നു അത്? ഒന്ന് ഹീമോഡയാലിസിസ്, 2 നമ്മൾ പറഞ്ഞത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഹീമോഡയാലിസിസ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ടൈപ്പാണ്. രണ്ടാമത്തെ ടൈപ്പ് ഏതാണ്? പെരിറ്റോണിയൽ ഡയാലിസിസ്. എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ്? എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ആദ്യം പറഞ്ഞുതരാം കേട്ടോ, എന്നിട്ട് നമുക്ക് വായിക്കാം. അതായത് നമ്മുടെ ഹീമോഡയാലിസിസിൽ നിന്നും വ്യത്യസ്തമായിട്ട് രക്തം ശരീരത്തിനുള്ളിൽ തന്നെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ, അത്തരത്തിലുള്ള ഡയാലിസിസിനെയാണ് നമ്മൾ
പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്? ഹീമോഡയാലിസിസിൽ നിന്നും വ്യത്യസ്തമായിട്ട് രക്തം ശരീരത്തിനുള്ളിൽ തന്നെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയനെയാണ് നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അതാണ് അവ തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് കേട്ടോ. ഹീമോഡയാലിസിസിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് വെളിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലെ, പുറത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ പെരിറ്റോണിയലിനകത്ത് അങ്ങനെ ചെയ്യുന്നില്ല, ബ്ലഡിന് പുറത്തേക്കൊന്നും കൊണ്ടുവരുന്നില്ല, ശരീരത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ് ശുദ്ധീകരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ പെരിറ്റോണിയം എന്ന് പറഞ്ഞാല്? പെരിറ്റോണിയം എന്ന് പറഞ്ഞാല് നമ്മുടെ അബ്ഡോമിൻ ഉണ്ടല്ലോ, ഉദരം, അതിനകത്ത് ഒത്തിരി അവയവങ്ങളുണ്ട് അല്ലെ. ഈ പറയുന്ന ചെറുകുടലുണ്ട്, വൻകുടലുണ്ട്, പിന്നെ വൃക്കയുണ്ട്, പിന്നെ ലിവർ ഉണ്ട്, അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഈ ഉദരത്തിനുള്ളിലെ അവയവങ്ങളെ എല്ലാം തന്നെ ആവരണം ചെയ്യുന്ന ഒരു നേർത്ത സ്ഥലം, ഓക്കെ, ഒരു നേർത്ത സ്ഥലം അഥവാ മെംബ്രെയിനെയാണ് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്? ഉദരത്തിനുള്ളിലുള്ള അവയവങ്ങളെ എല്ലാം ആവരണം ചെയ്യുന്ന ഒരു നേർത്ത സ്ഥലം കേട്ടോ, ഒരു നേർത്ത മെംബ്രെയിൻ, അതിനെയാണ് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്നത്. അപ്പൊ ഈ പെരിറ്റോണിയത്തിന് ഒരു കഴിവുണ്ട്, എന്താണെന്നറിയാമോ? ഈ രക്തത്തിലുള്ള അധിക ജലാംശവും അതുപോലെ തന്നെ ലവണങ്ങളും അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു കഴിവ് ആർക്കുണ്ട്? പെരിറ്റോണിയത്തിനുണ്ട്. ആ ഒരു കഴിവാണ് ഈ പറയുന്ന പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് പ്രയോജനപ്പെടുത്തുന്നത്. മനസ്സിലായല്ലോ? എങ്ങനെയാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്? ഇങ്ങനെ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് നമ്മുടെ ഉദരത്തില് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കും, ഒരു ചെറിയ സുഷിരം ഉണ്ടാക്കും. എന്നിട്ട് അതിനകത്തുകൂടെ കത്തീറ്റർ പ്രവേശിപ്പിക്കും. കത്തീറ്റർ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഫ്ലെക്സിബിൾ സോഫ്റ്റ് ട്യൂബാണ് കേട്ടോ. കത്തീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്മോൾ ട്യൂബാണ്. അപ്പൊ അതെന്ത് ചെയ്യും? ഈ സുഷിരത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റും, കത്തീറ്റർ കയറ്റും. എന്നിട്ട് ഈ കത്തീറ്ററിനുള്ളില് ഒരു സൊല്യൂഷൻ ആണ് നിറയ്ക്കുന്നത്, ഒരു സൊല്യൂഷൻ. ആ സൊല്യൂഷന് നമ്മൾ എന്താണ് പറയാന്നറിയോ? ഡയാലിസേറ്റ് എന്നാണ് പറയാ. എന്താ പറയാ? ഡയാലിസേറ്റ്. ഓക്കെ, ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഒരു ലായനി നമ്മൾ ഈ കത്തീറ്ററിനകത്ത് നിറയ്ക്കാണ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മള് ഹീമോഡയാലിസിസിനകത്ത് വെളിയിലേക്ക് ഈ ബ്ലഡ് കൊണ്ടുവന്നിട്ട് ഡയാലിസിസ് മെഷീനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട് അല്ലെ, അതിന് നമ്മൾ ഡയലൈസർ എന്നാണ് പറയാ. ഇവിടെ ഫിൽറ്റർ എന്ന് പറയുന്നത് പെരിറ്റോണിയം തന്നെയാണ്. ഇതിനകത്ത് പെരിറ്റോണിയം ഡയാലിസിസിനകത്ത് ഫിൽറ്റർ പെരിറ്റോണിയം തന്നെയാണ്. അവിടുത്തെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു കത്തീറ്റർ പ്രവേശിപ്പിക്കും, എന്നിട്ട് ആ കത്തീറ്ററിലൂടെ ഒരു ലായനി നിറയ്ക്കും, ഒരു സൊല്യൂഷൻ നിറയ്ക്കും. അതിന് നമ്മൾ പറയുന്നതാണ് ഡയാലിസേറ്റ് എന്നാണ് പറയുന്നത്. മാറിപ്പോകരുത് കേട്ടോ. ഹീമോഡയാലിസിസിൽ ഡയലൈസർ ആണ് ഉപയോഗിക്കുന്നത്, ഇവിടെ ഒരു സൊല്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ ഡയാലിസേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഡയാലിസേറ്റ് നിറയ്ക്കും, ഈ പറയുന്ന പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്തേക്ക് നിറയ്ക്കും, ഈ കത്തീറ്ററിലൂടെ ഉള്ളിലേക്ക് കടത്തിവിടും. അപ്പൊ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാല് ഈ പെരിറ്റോണിയൽ ക്യാവിറ്റിയുടെ ഭാഗത്തുള്ള സിരമിൽ നിന്നും ഈ പറയുന്ന ധമനിയിൽ നിന്നും ഒക്കെയുള്ള ബ്ലഡിൽ നിന്ന് എന്ത് ചെയ്യും? ഈ പറയുന്ന വേസ്റ്റുകൾ, അതായത് എക്സ്ട്രാ വാട്ടർ, മറ്റ് ഈ പറയുന്ന എന്താ പറയുക ലവണാംശങ്ങൾ, അവരെല്ലാം തന്നെ ഈ ലായനിയിലേക്ക് വലിച്ചെടുക്കപ്പെടും. മനസ്സിലായി? ലായനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. ശരിക്കും പറഞ്ഞാല് ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ബ്ലഡ് ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ആ ഇങ്ങനെ പാസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ബ്ലഡിലുള്ള ഈ പറയുന്ന എക്സ്ട്രാ ഫ്ലൂയിഡ്, മറ്റ് ഇമ്പ്യൂരിറ്റീസ് എല്ലാം തന്നെ ഈ ഒരു ലായനി എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യും, വലിച്ചെടുക്കും. അത് കഴിഞ്ഞ് കുറച്ച് ഒരു നിശ്ചിത
ഓക്കെ, നെറ്റ്വർക്ക് പ്രശ്നം വന്നതാണ് കേട്ടോ, പെട്ടെന്ന് നെറ്റ്വർക്ക് ലോസ്റ്റ് ആയിപ്പോയി, അതാണേ. ആ ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മുടെ പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഈ ഉദരത്തിനുള്ളിൽ നമ്മളൊരു സുഷിരം ഉണ്ടാക്കും, ഒരു ഹോൾ ഉണ്ടാക്കും, എന്നിട്ട് അതിനോട് സ്ക്രീൻ ഇല്ലാന്നാ PDF കാണാൻ പറ്റുന്നില്ല, ഒരു മിനിറ്റ്. ഇപ്പൊ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നില്ല, ഒരു മിനിറ്റ്. ഓക്കെ ആയില്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ നടത്തുന്ന ഒരു രക്തശുദ്ധീകരണമാണ് കേട്ടോ. പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഉദരത്തിൽ ഒരു സുഷിരം ഉണ്ടാക്കിയിട്ട് അതിലൂടെ നമ്മളൊരു കത്തീറ്റർ പ്രവേശിപ്പിക്കും, മനസ്സിലായല്ലോ? എന്നിട്ട് ആ കത്തീറ്ററിനകത്ത് നമ്മൾ ഒരു ഫ്ലൂയിഡ് ആണ് നിറയ്ക്കുന്നത്. ആ ഫ്ലൂയിഡിന് നമ്മൾ എന്താണ് പറയുന്നത്? ഡയാലിസേറ്റ് എന്നാണ് പറയാ. എന്താണ് പറയാ? ഡയാലിസേറ്റ്. ആ ഒരു ഡയാലിസേറ്റ് നിറയ്ക്കുമ്പോൾ നിങ്ങൾ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കിക്കേ, കണ്ടോ? ഇതാണ് നമ്മുടെ അബ്ഡോമന്റെ ഭാഗം. അപ്പൊ നോക്കിയേ, ഈ അബ്ഡോമനിൽ ഒത്തിരി അവയവങ്ങളൊക്കെ ഉണ്ട് അല്ലെ? അവയെല്ലാം തന്നെ കവർ ചെയ്യുന്ന ഒരു ആവരണമാണ് എന്തെന്ന് പറയുന്നത്? പെരിറ്റോണിയം അല്ലെ? ഇതാണ് നമ്മുടെ പെരിറ്റോണിയം കേട്ടോ. ഇതാണ് നമ്മുടെ പെരിറ്റോണിയൽ ക്യാവിറ്റി, അതിനകത്തുള്ള ഭാഗം. അപ്പൊ എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട്, ഒരു സുഷിരം ഉണ്ടാക്കിയിട്ട് അതിലൂടെ എന്ത് ചെയ്യും? നമ്മള് ഒരു കത്തീറ്റർ പ്രവേശിപ്പിക്കുകയാണ്. ചിത്രം നോക്കുക കേട്ടോ. ഒരു കത്തീറ്റർ നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ കത്തീറ്ററിലൂടെ നമ്മൾ ഒരു ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡിനെ നമ്മൾ അവിടെ എന്താ പറയാ? ആ ഡയാലിസിസ് സൊല്യൂഷന് നമ്മൾ പറയുന്നത് ഡയാലിസേറ്റ് എന്നാണ് പറയാ കേട്ടോ. ആ ഒരു സൊല്യൂഷന് നമ്മൾ നോക്കിയേ, ഈ കത്തീറ്ററിനകത്തുകൂടെ എവിടേക്ക് വിടുകയാണ്? പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്ത് നമ്മളിങ്ങനെ നിറയ്ക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും ഈ പെരിറ്റോണിയൽ ക്യാവിറ്റിയുടെ അതിൽ കൂടെ പോകുന്ന ബ്ലഡ് ഉണ്ട് അല്ലെ? അവിടുത്തെ വെയിൻസിലൂടെയും ആർട്ടറീസിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആ ബ്ലഡിലെ വേസ്റ്റുകളെല്ലാം തന്നെ ഈ പറയുന്ന സൊല്യൂഷൻ എന്ത് ചെയ്യും? വലിച്ചെടുക്കും, അബ്സോർബ് ചെയ്തെടുക്കും. അങ്ങനെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ദ്രാവകം ഡ്രെയിൻ ചെയ്ത് പുറത്തേക്ക് കളയാനായിട്ട് സാധിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്? പെരിറ്റോണിയൽ ഡയാലിസിസ്. ക്ലിയർ ആണല്ലോ? അപ്പോ ഈ പറയുന്ന ഒരു പ്രാവശ്യം കത്തീറ്റർ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ രോഗിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ പറയുന്ന സൊല്യൂഷൻ നിറച്ച് ഈ ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. മാത്രമല്ല ഹീമോ ഡയാലിസിസിന്റേതായ എല്ലാവിധ പ്രയോജനങ്ങളും ഈ പറയുന്ന പെരിറ്റോണിയൽ ഡയാലിസിസിലൂടെ ലഭിക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ? ഏറ്റവും എന്താണ് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ കേരളത്തില് ഈ അടുത്ത കാലത്ത് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുണ്ടായി, നമുക്ക് നമ്മുടെ കേരളത്തിൽ ഒരു 11 ജില്ലകളില് പെരിറ്റോണിയൽ ഡയാലിസിസ് പദ്ധതി തുടങ്ങാൻ പോകും കേട്ടോ. 11 ജില്ലകളില്. അപ്പോ വളരെ സൗകര്യപ്രദമായിരിക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
നമുക്ക് സാധാരണ ഹീമോഡയാലിസിസ് ഒക്കെ ചെയ്യാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. ഒത്തിരി ചെലവേറിയ പരിപാടിയാണ് അല്ലെ, ഒത്തിരി ചെലവേറിയ പ്രൊസീജിയർ ആണ്. അത് മാത്രമല്ല രോഗിയെ സംബന്ധിച്ച് അവർക്കും എന്താണ് വളരെ ഡിസ്കംഫർട്ട് ആണ് അല്ലെ. പക്ഷെ അതേസമയം നമ്മൾ ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് പദ്ധതിയിലൂടെ ഈ പറയുന്ന കത്തീറ്ററുകള്, ഈ പറയുന്ന ഡയാലിസൈറ്റ്, മറ്റ് അനുബന്ധ സാമഗ്രികളെല്ലാം തന്നെ സൗജന്യമായിട്ട് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യും. 11 ജില്ലകളിൽ ഇത് വരുന്നുണ്ട്. അങ്ങനെ ഒരു പദ്ധതി നമ്മുടെ കേരള ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാൻ കാര്യം അത് ഒരുപാട് ഈ പറയുന്ന പേഷ്യൻസിന് പ്രയോജനപ്പെടുത്താം കേട്ടോ. അപ്പൊ അതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു ഹീമോ ഡയാലിസിസിൽ നിന്നും എന്താണ് അവരുടെ വ്യത്യാസം? അവിടെ ഹീമോ ഡയാലിസിസിൽ നമ്മൾ ബ്ലഡ് വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് പ്യൂരിഫൈ ചെയ്യുമ്പോൾ പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് എന്താണ് ചെയ്യുന്നത്? രക്തം നമ്മുടെ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് ശുദ്ധീകരിക്കുന്നത്. പിന്നെ ഇവിടെ ഫിൽറ്റർ എന്ന് പറയുന്നത് പെരിറ്റോണിയം തന്നെയാണ്. അവിടെ നമ്മളൊരു ഡയലൈസർ ആണ് യൂസ് ചെയ്യുമെങ്കിൽ ഇവിടെ ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ ഡയാലിസേറ്റ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വായിച്ചു നോക്കാം കേട്ടോ. ശ്രദ്ധിച്ചു കേൾക്കാം. പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ അതിനെ ഷോർട്ട് ആക്കിയിട്ട് PD എന്നാണ് പറയാ. ഓക്കെ സുനിത, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ PD എന്നാണ് പറയാ കേട്ടോ. ഹീമോ ഡയാലിസിസിന് നമ്മൾ HD എന്നാണ് പറയാ. അപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസ്, the blood is purified inside your own body instead of using a dialyzer machine. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കേട്ടോ. ബ്ലഡ് എന്താണ് ചെയ്യുന്നത്? ശരീരത്തിനകത്ത് വെച്ച് തന്നെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. For this kind of dialysis, the lining of your abdomen or belly area also called peritoneum. ചിത്രത്തിൽ കാണിച്ചു തന്നെ നമ്മൾ പെരിറ്റോണിയം എന്നാണ് പറയാ. ഈസ് യൂസ്ഡ് ആസ് എ ഫിൽറ്റർ. അവിടെ പെരിറ്റോണിയം ആണ് ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കാര്യം പെരിറ്റോണിയത്തിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഈ പറയുന്ന ബ്ലഡിലെ ലവണാംശങ്ങൾ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ട്? പെരിറ്റോണിയത്തിനുണ്ട്. ആ ഒരു കഴിവാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. Before beginning the peritoneal dialysis, a minor surgery is required to place a catheter, that means a soft tube in your belly. അല്ലെ, നമ്മളവിടെ ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിനേക്കാളും മുമ്പായിട്ട് അവിടെ ഒരു സർജറി ചെയ്തു. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് വാസ്കുലർ ആക്സസ് ആയിട്ട് ഉണ്ടാക്കാനായിരുന്നു അല്ലെ. എന്നതുപോലെ നമ്മുടെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? ഒരു കത്തീറ്റർ പ്രവേശിപ്പിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു മൈനർ സർജറി ആവശ്യമായിട്ട് വരും. മനസ്സിലായല്ലോ? അപ്പൊ ഒരു പ്രാവശ്യം കത്തീറ്റർ പ്രവേശിപ്പിക്കേണ്ട ഒരു ടാസ്ക് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അതൊരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ രോഗിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വമേധയാ ഈ പറയുന്ന ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇൻ ദ കോഴ്സ് ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ് the belly area is little by little filled with dialysate. മനസ്സിലായല്ലോ? ഡയാലിസേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സൊല്യൂഷൻ ആണ്. അതെന്താണെന്ന് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണത്? എ ക്ലെൻസിംഗ് ഫ്ലൂയിഡ് മെയ്ഡ് ഫ്രം എ മിക്സ്ചർ ഓഫ് വാട്ടർ, സാൾട്ട് ആൻഡ് അതർ അഡിക്റ്റീവ്സ്. മനസ്സിലായല്ലോ? അതൊരു ഫ്ലൂയിഡ് ആണ്. ഈ പറയുന്ന വാട്ടർ, സാൾട്ട്, മറ്റുള്ള അഡിക്റ്റീവ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഡയാലിസേറ്റ് എന്ന് പറയുന്നത്. അത് ഈ കത്തീറ്ററിലൂടെ നമ്മൾ പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്തേക്ക് നിറയ്ക്കും. ഓക്കെ, എന്നിട്ട് എന്തുണ്ടാവും? ആസ് ദ ബ്ലഡ് ഫ്ലോസ് നോർമലി ത്രൂ ദ ഏരിയ, extra fluid and waste products are pulled out of the blood vessels and into the belly area by the dialysate, almost like a magnet. ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ഒരു കാന്തം നിരുവിനെ ആകർഷിക്കുന്നത് പോലെയാണ്. ആ ഒരു സൊല്യൂഷനിലോട്ട് ഈ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് വേസ്റ്റുകൾ മുഴുവൻ ഈ പറയുന്ന ലൈനി വലിച്ചെടുക്കാണ് ചെയ്യുന്നത് കേട്ടോ, ലൈക്ക് എ മാഗ്നറ്റ്. ഓക്കെ, ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ്, കുറച്ച് കഴിയുമ്പോൾ, അതിന്റെ ഒരു നിശ്ചിത സമയമുണ്ട്, സാധാരണ 1 മണിക്കൂറൊക്കെയാണ് പറയുന്നത്. അപ്പൊ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ പറയുന്ന ഫ്ലൂയിഡ് മിക്സ്ചർ ഈസ് എംപ്റ്റീഡ് ഔട്ട് ഫ്രം യുവർ ബെല്ലി യൂസിങ് ദ സെയിം കത്തീറ്റർ ആൻഡ് ദ ബാഗ് ദാറ്റ് വാസ് യൂസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പായിട്ട് എന്താണ് ഈ പറയുന്ന കത്തീറ്ററും ബാഗും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ വേസ്റ്റ് എല്ലാം ഈ സൊല്യൂഷനിലേക്ക് വലിച്ചെടുക്കും. എന്നിട്ട് ഇതേ കത്തീറ്ററും ബാഗും വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ആ ഒരു വേസ്റ്റിനെ മുഴുവൻ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുത്ത് കളയാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ? അതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ് ക്യാൻ ബി ഡൺ almost anywhere if you have the supplies needed to do the treatment. അതായത് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞ് എവിടെ വേണമെങ്കിലും ചെയ്യാന്നാണ് ഇവിടെ പറയുന്നത്. കാര്യം അതിനുള്ള സാധന സാമഗ്രികളൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് എവിടെ വേണമെങ്കിലും ചെയ്യാം. എവിടെ വേണമെങ്കിലും ഉദ്ദേശിക്കുന്നത് നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് സാധിക്കും.
ഹോസ്പിറ്റലിൽ പോകണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പൊ വളരെ എന്താ പറയാ ഒത്തിരി പ്രയോജനമുള്ള ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് കേട്ടോ പെരിറ്റോണിയൽ ഡയാലിസിസ്. ഒരിക്കലും അത് ഹീമോ ഡയാലിസിസിന്റെ അതേ പ്രയോജനം തന്നെയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് തരുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ പെരിറ്റോണിയൽ ഡയാലിസിസ്. ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? രണ്ട് ടൈപ്പ് ഡയാലിസിസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് അടുത്തത് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇനി എത്ര തരത്തിലാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഉള്ളത്? പ്രധാനമായിട്ടും 3 തരത്തിലാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഉള്ളത്. നമ്മളിപ്പോ ഏതൊക്കെയാണ് ആ 3 തരം എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കുക, കണ്ടിന്യൂവസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. എന്താണ് അതിന്റെ ഷോർട്ട് ആക്കി പറയാ? CAPD എന്നാണ് പറയുന്നത്. എല്ലാത്തിന്റെയും വണ്ടി അവസാനം PD ഉണ്ട്. അപ്പൊ PD എന്താണ്? പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. അപ്പൊ ബാക്കിയുള്ള വേർഡ്സ് എന്തിനാണ് എന്നുള്ളത് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. കണ്ടിന്യൂവസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. എന്താണ് ഈ ആംബുലേറ്ററി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആംബുലേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ഥിരമല്ലാത്തത്, അല്ലെങ്കിൽ നമുക്ക് സഞ്ചരിക്കാവുന്നത്, നടക്കാവുന്നത്, നീക്കാവുന്നത്, അങ്ങനെയൊക്കെ ഉള്ളൊരു അർത്ഥമാണ് ആംബുലേറ്ററി എന്ന് പറഞ്ഞാല്. അപ്പൊ എന്തായിരിക്കും അതിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? അവിടെ മെഷീൻ ആവശ്യമില്ല. മനസ്സിലായല്ലോ? മെഷീന്റെ ആവശ്യം അവിടെ വരുന്നേ ഇല്ല. പിന്നെ മാത്രമല്ല, ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ഏകദേശം ഒരു 3 to 5 ടൈംസ്, ഒരു 3 മുതൽ 5 പ്രാവശ്യം ഒരു ദിവസം എന്ത് ചെയ്യാൻ പറ്റും? വേക്കിംഗ് അവേഴ്സിൽ ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ ഒരു ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം എന്താ? ഒരു മെഷീൻ ആവശ്യം വരുന്നില്ല. ഒരു മെഷീനൊക്കെ വരുമ്പോഴാണ് നമ്മൾ അതിനെ കണക്ട് ചെയ്ത് അതിന്റെ അടുത്തൊക്കെ പോയി ഇങ്ങനെ കുറെ നേരം ഇരിക്കേണ്ടിയൊക്കെ വരുന്നത്. ഇവിടെ മെഷീന്റെ ആവശ്യമില്ല, മെഷീൻ വേണ്ട. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ലൈനിൽ ഫില്ല് ചെയ്തിട്ട് വളരെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാം. അത്യാവശ്യം അവിടെ നീങ്ങി പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഒരു ടൈം കഴിയുമ്പോൾ അതെന്ത് ചെയ്താൽ മതി? റിമൂവ് ചെയ്താൽ മതി. അതാണ് എന്തെന്ന് പറയുന്നത്? കണ്ടിന്യൂവസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. CAPD എന്നാണ് അതിനെ ഷോർട്ട് ആക്കിയിട്ട് പറയാം കേട്ടോ. CAPD. അപ്പൊ നമുക്ക് വായിക്കാം. ഡസ് നോട്ട് നീഡ് എ മെഷീൻ. ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. ഡസ് നോട്ട് നീഡ് എ മെഷീൻ. കാരണം എന്താണ്? മെഷീന്റെ ആവശ്യമുള്ള വരുന്നില്ല. എക്സ്ചേഞ്ചസ് ക്യാൻ ബി ഡൺ 3 to 5 ടൈംസ് എ ഡേ ഡ്യൂറിംഗ് വേക്കിംഗ് അവേഴ്സ്. അതായത് ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ഏകദേശം ഒരു 3 മുതൽ 5 പ്രാവശ്യം വരെ പെർ ഡേ ആണ് കേട്ടോ. ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത്. ഒരു ദിവസത്തില് എക്സ്ചേഞ്ചസ് നടത്താനായിട്ട് സാധിക്കും. എന്താണ് ഈ എക്സ്ചേഞ്ച് എന്ന് ഇവിടെ ഉദ്ദേശിച്ചത്? എന്താണ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ? വേറൊന്നുമല്ല, ഈ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നതും അത് ഡ്രെയിൻ ചെയ്യുന്നതുമായിട്ടുള്ള ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മളിവിടെ എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ആ ഫ്ലൂയിഡ് നമ്മൾ നിറയ്ക്കണമല്ലോ, ഫ്ലൂയിഡ് നിറയ്ക്കുന്നു, പിന്നെ അത് ഡ്രെയിൻ ചെയ്ത് പുറത്തേക്ക് കളയുന്നു. അപ്പൊ ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മളിവിടെ എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊരു ദിവസം ഈ പറയുന്ന പോലെ 3 മുതൽ 5 പ്രാവശ്യം വരെ ചെയ്യാം ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ. കിട്ടിയല്ലോ പോയിന്റ്? കണ്ടിന്യൂവസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ ആംബുലേറ്ററി എന്ന് പറയുമ്പോൾ നീങ്ങാവുന്നതാണ്, സഞ്ചരിക്കാവുന്നതാണ്. അപ്പൊ എന്താ? അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം, അങ്ങനെ നീങ്ങാനും നടക്കാനൊക്കെ ഫ്രീ ആയിട്ട് പറ്റണമെങ്കിൽ എന്ത് വേണ്ട? അവിടെ മെഷീന്റെ ആവശ്യമില്ല. മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ അവിടെ ഇങ്ങനെ കുത്തിയിരിക്കണം. ഇതിപ്പോ അതിന്റെ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. അടുത്തത് എന്താണ്? കണ്ടിന്യൂവസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. രണ്ടാമത്തെയാണ് കേട്ടോ പറയുന്നത്. എന്താണത്? CCPD എന്നാണ് പറയാ. എന്താണ്? CCPD, അതായത് കണ്ടിന്യൂവസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ സൈക്ലിക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്താണ്? ഒരു ചക്രം അല്ലെ, ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇറ്റ് നീഡ്സ് എന്താണ്? ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എവിടേക്ക് വരുന്നത്? കത്തീഡ്രൽ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ആ കത്തീഡ്രലിലേക്ക് കുറച്ച് ഒരു ടൈം കഴിയുമ്പോൾ, ഒരു ഫിക്സഡ് ടൈം കഴിയുമ്പോൾ ആ കത്തീഡ്രൽ ഉപയോഗിച്ച് നമുക്ക് വേസ്റ്റ് കളയാനായിട്ട് സാധിക്കും കേട്ടോ. 2 കത്തീഡ്രൽ തന്നെ 2 ഡിവിഷൻ പോലെ ഉണ്ടായിരിക്കും. ഒരെണ്ണം അകത്തേക്ക് സൊല്യൂഷൻ കയറ്റാനും ഒരെണ്ണം വേസ്റ്റ് തുറന്ന് വിടാനായിട്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് അത് കളയുന്നത്. ഇനി അടുത്തതാണ് കണ്ടിന്യൂവസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. അവിടെ എന്താണ് പ്രത്യേകത? ഇറ്റ് നീഡ്സ് ദ യൂസ് ഓഫ് എ പെർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഹോം. അതായത് വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു പെർട്ടിക്കുലർ, ഒരു പ്രത്യേക ഡയാലിസിസ് മെഷീന്റെ സഹായം ഇവിടെ ആവശ്യമാണ്. CCPDക്കകത്ത് ആവശ്യമാണ്. മനസ്സിലായല്ലോ? കണ്ടിന്യൂവസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസില് വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു പ്രത്യേക ഡയാലിസിസ് മെഷീൻ ആവശ്യമായിട്ട് വരും. അവിടെ മെഷീൻ ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ എന്താണ്? This type of dialysis is performed automatically
when the patient is sleeping. ഇത് സാധാരണ പേഷ്യന്റ് ഉറങ്ങുന്ന സമയത്ത് ഓട്ടോമേറ്റഡ് ആയിട്ട് മീൻസ് ഓട്ടോമാറ്റിക്കലി നടത്തുന്ന ഒരു ഡയാലിസിസ് ആണ് കേട്ടോ. ഉണർന്നിരിക്കുന്ന സമയത്തല്ല, ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡയാലിസിസ് ആണ് CCPD എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്, മെഷീൻ ആവശ്യമുണ്ട്. അത് സ്ലീപ്പിംഗ് ടൈമിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നടത്തുന്ന ഒരു ഡയാലിസിസ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് കണ്ടിന്യൂവസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. അടുത്തത് മൂന്നാമത്തെ ആണെന്ത്, ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്, IPD എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയാം. ഇന്റർമിറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വാക്കിന്റെ അർത്ഥം എന്താണ്, ഇടവിട്ട് അല്ലെ, ഇടവിട്ടാണ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചസ് നടത്തുന്നുണ്ട്. മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചസ് നടത്തേണ്ടതായിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നോക്കൂ, യൂസസ് ദ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആസ് CCPD. നമ്മളിപ്പോ രണ്ടാമത് പറഞ്ഞ CCPD-യിൽ സെയിം അതേപോലെ തന്നെ മെഷീൻ എവിടെയോ ആവശ്യമാണ്, IPD-ക്കകത്തും ആവശ്യമാണ്. പിന്നെ എന്താണ് മറ്റുള്ളതിൽ നിന്ന് ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ബട്ട് ട്രീറ്റ്മെന്റ് വിൽ ബി ലോങ്ങർ. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ലോങ്ങർ ആയിരിക്കും. കാര്യം എന്താ, ഇന്റർമീഡിയറ്റ് ആണ് അല്ലെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് ആവശ്യമാണ്. നിറയ്ക്കണം, അത് കുറച്ച് നേരം ഡ്രെയിൻ ചെയ്യണം, വീണ്ടും ഇടയ്ക്കിടയ്ക്ക്, അതെന്ന് വെച്ചാൽ അതിന്റെ ടൈം ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചസ് അവിടെ നടക്കണം. മറ്റേത് ഇങ്ങനെ നിറച്ച് ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് ഡ്രെയിൻ ചെയ്തതെങ്കിൽ, ഇന്റർമീഡിയറ്റിന്റെ കേസ് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും, മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ആ ഒരു ട്രീറ്റ്മെന്റ് ലോങ്ങർ ആണ് എന്ന് പറയുന്നത്. കേട്ടല്ലോ. പിന്നെന്താണ്, IPD ക്യാൻ ബി ഡൺ അറ്റ് ഹോം ബട്ട് ഇറ്റ് ഈസ് യൂഷ്വലി ഇൻ ദ ഹോസ്പിറ്റൽ. ഈ IPD നമുക്ക് എവിടെ ചെയ്യാം, വീട്ടിൽ ചെയ്യാം. പക്ഷെ സാധാരണയായിട്ട് ഇടവിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആവശ്യമായതുകൊണ്ട് തന്നെ അത് പൊതുവെ എവിടെയാണ് ചെയ്യാറ്, ഹോസ്പിറ്റലിലാണ് സാധാരണയായിട്ട് ചെയ്യാറ്. മനസ്സിലായല്ലോ. ഇതാണ് 3 ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു, CAPD ആണ്, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. അതിന്റെ പ്രത്യേകത വേറൊന്നുമില്ല, മെഷീൻ അവിടെ ആവശ്യമില്ല. പിന്നെ മാത്രമല്ല, ഉണർന്നിരിക്കുന്ന സമയത്ത് രോഗിയെ നമുക്കൊരു 3 മുതൽ 5 മണിക്കൂറുകൾ അല്ലെങ്കിൽ 5 പ്രാവശ്യം വരെ ഒരു ഡേയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് CAPD. രണ്ടാമത്തത് CCPD ആണ്. അവിടെ എന്താ പ്രത്യേകത, അവിടെ മെഷീൻ ആവശ്യമാണ്. പിന്നെ അത് സാധാരണ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തല്ല, ഉറങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു ഡയാലിസിസ് ആണ്. മൂന്നാമത്തത് IPD ആണ്, ഇന്റർമീഡിയന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അതിനും എന്താ ആവശ്യമാണ്, മെഷീൻ ആവശ്യമാണ്. പക്ഷെ മറ്റുള്ളതിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് വിൽ ബി ലോങ്ങർ. ഇതിന്റെ ട്രീറ്റ്മെന്റ് കുറേ കൂടെ ലോങ്ങർ ആയിരിക്കും, കുറേ കൂടെ നീണ്ടു നിൽക്കും ഇതിന്റെ ഒരു ചികിത്സ എന്ന് പറയുന്നത്. ഇതും നമുക്ക് വീട്ടിൽ ചെയ്യാം. ഈ പറയുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ IPD-യുടെ കേസിൽ ഇത് ഇങ്ങനെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എക്സ്ചേഞ്ച് ആവശ്യമായതുകൊണ്ട് തന്നെ ഇത് ഹോസ്പിറ്റലിലാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. എക്സ്ചേഞ്ച് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ആ ഒരു ഫ്ലൂയിഡ് നിറയ്ക്കുക, പിന്നെ ഒരു ടൈം കഴിയുമ്പോൾ ആ ഫ്ലൂയിഡിന് നമ്മൾ ഡ്രെയിൻ ചെയ്യുക, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ശരി, ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അടുത്തത്, the supplies and equipment needed, duration of each treatment, bracket also known as an exchange, and number of treatments per day will differ relying on the type of PD you are using and your medical condition. എന്താണ് അവിടെ പറയുന്നത്? അതായത് നമ്മൾ പറഞ്ഞു അല്ലെ, 3 തരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് എന്തെല്ലാം സാമഗ്രികൾ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഓരോ ട്രീറ്റ്മെന്റിന്റെയും ഡ്യൂറേഷൻ പറഞ്ഞല്ലോ, എക്സ്ചേഞ്ച് എന്നാണ് അതിനെ പറയാ. അത് എത്ര ടൈം ഗ്യാപ്പിൽ അത് ചെയ്യണം. അതുപോലെ തന്നെ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് പെർ ഡേ, ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ റിലേ എന്ന് വെച്ചാൽ എന്താണ്, ഡിപ്പെൻഡ് ചെയ്യാന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന്, റിലൈങ് ഓൺ ദ ടൈപ്പ് ഓഫ് PD യു ആർ യൂസിങ്. ഏത് ടൈപ്പ് PD ആണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്? CAPD ആണോ, അതോ CCPD ആണോ, IPD ആണോ? അപ്പൊ അതിനനുസരിച്ചും പിന്നെ എന്താണ്, ആൻഡ് ആൾസോ യുവർ മെഡിക്കൽ കണ്ടീഷൻ, അതായത് ആ രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ അല്ലെ, രോഗാവസ്ഥ.
എന്ന് പറഞ്ഞാൽ ഒരു രോഗിയുടെ രോഗാവസ്ഥയ്ക്കും അവർ ഏത് തരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് തെരഞ്ഞെടുത്തത്, ഈ രണ്ട് കാര്യങ്ങളും ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന് വേണ്ട എക്യുപ്മെന്റ്സ് എന്തൊക്കെ വേണം, എത്ര ഡ്യൂറേഷനിൽ ട്രീറ്റ്മെന്റ് എടുക്കണം, എത്ര എക്സ്ചേഞ്ചസ് ഒരു ദിവസം നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. കാര്യം എന്താണ്, CAPD ആണെങ്കിൽ അതിന് മെഷീൻ ആവശ്യമില്ല, അപ്പൊ അതിന് വലിയ സാധന സാമഗ്രികൾ വരില്ല കേട്ടോ. അതേസമയം CCPD ആണ് ഒരു രോഗി ചെയ്യുന്നതെങ്കിൽ അതിന് മെഷീൻ ആവശ്യമാണ്, ചില ടൈം മാനേജ്മെന്റിൽ ചില മാറ്റങ്ങൾ വരും. ഓക്കെ, അതൊക്കെ ആ ഒരു രോഗിയുടെ മെഡിക്കൽ കണ്ടീഷനെയും പിന്നെ ഏത് തരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനൊക്കെ ആശ്രയിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് മൂന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ അതിന്റെ ഷോർട്ട് ഫോം കേട്ടോ, കാര്യം നമ്മൾ ഒരുപാട് ഷോർട്ട് ഫോം ആയി നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഈ ഒരു ഡയാലിസിസ് തുടങ്ങിയ സമയത്ത് തന്നെ ഫസ്റ്റ് നമ്മൾ ARF പറഞ്ഞിരുന്നു, അക്യൂട്ട് റീനൽ ഫെയിലിയർ, AKI പറഞ്ഞിരുന്നു, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, ESKD പറഞ്ഞിരുന്നു, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്, പിന്നെ HD ഹീമോഡയാലിസിസ്, PD പെരിറ്റോണിയൽ ഡയാലിസിസ്, പിന്നെ നമ്മൾ പഠിച്ചത് CAPD, CCPD, IPD, ഇങ്ങനെ ഒരുപാട് ഷോർട്ട് ഫോംസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും തന്നെ എന്താണ് മാറിപ്പോകരുത് കേട്ടോ. ഇനി അടുത്തത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഒരു വരിയും കൂടി ഉണ്ട് അല്ലെ. നോർമലി ദിസ് പ്രോസസ് takes a few hours and required to be repeated 4 to 6 times per day. അതായത് സാധാരണയായിട്ട് ഈ പ്രക്രിയക്ക് ഏതാനും മണിക്കൂറുകളെ ആവശ്യമുള്ളൂ, കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ അത് മാത്രമല്ല, സാധാരണയായിട്ട് ഒരു ദിവസത്തിൽ 4 മുതൽ 6 തവണ വരെ ഈ ഒരു പ്രക്രിയ ആവർത്തിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ CRRT. ഞാൻ തുടക്കം പറഞ്ഞിരുന്നു, ഡയാലിസിസ് പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത് അല്ലെ, ഹീമോഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും. ഇവിടെ ഒരു മൂന്നാമത്തെ ടൈപ്പ് പോലെയാണ് ഇവർ കൊടുത്തേക്കുന്നത്. പക്ഷെ മൂന്നാമത്തെ ടൈപ്പ് എന്നൊന്നും നമുക്ക് പറയേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന CRRT എന്നത് ഒരു ഹീമോഡയാലിസിസ് തന്നെയാണ്, ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ്. അപ്പൊ നമുക്കതിനെ വേറൊരു തരമാക്കി പറയണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. പൊതുവെ ഡയാലിസിസ് നമ്മൾ പറയുന്ന 2 തരമേ ഉള്ളൂ, അത് ഹീമോഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും ആണ്. ഇതിനകത്ത് പറയുന്ന CRRT എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ്, ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ് കേട്ടോ. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് സെപ്പറേറ്റ് പോർഷൻ ആയിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. പക്ഷെ പൊതുവെ നമ്മൾ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ 2 തരമേ ഉള്ളൂ, ഹീമോഡയാലിസിസും പെരിറ്റോണിയൽ. ഞാൻ പറഞ്ഞത് CRRT എന്ന് പറയുന്നതും ഹീമോഡയാലിസിസ് തന്നെയാണെന്ന്, പക്ഷെ വേറൊരു രീതിയില്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിനെ വേറൊരു തരമാക്കി മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ അവർ കൊടുത്തപ്പോ ഒരു മൂന്നാമത്തെ ഭാഗമായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ CRRT. ഓക്കെ, CRRTയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. അതാദ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ്, ഒരു വേറിട്ട രീതിയിലുള്ള ഹീമോഡയാലിസിസ് ആണ്. അത് വന്നിട്ട് ഇന്റൻസീവ് കെയർ യൂണിറ്റിലുള്ള പേഷ്യൻസ്. ഇന്റൻസീവ് കെയർ യൂണിറ്റ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. അതിനകത്തുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരായിരിക്കും, വളരെ സിവിയർ ആയിട്ടുള്ള, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്ക് വൃക്കസ്തംഭനം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന വൃക്കസ്തംഭനം, നമ്മൾ പറഞ്ഞല്ലോ AKI പോലെയുള്ള പെട്ടെന്നുണ്ടാകുന്ന വൃക്കസ്തംഭനം സംഭവിച്ച ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഡയാലിസിസ് ആണ് എന്തെന്ന് പറയുന്നത് CRRT അഥവാ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. വേറൊരു പേരും കൂടെ അതിന് പറയും, അതാണ് ഹീമോഫിൽട്രേഷൻ. എന്താണ് പറയാ? ഹീമോഫിൽട്രേഷൻ. മനസ്സിലായോ? ബാക്കിയുള്ളതുമായിട്ട് കൂട്ടിക്കൊഴഞ്ഞു പോകരുത് കേട്ടോ. CRRT എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ്. അത് വേറിട്ട രീതിയിലുള്ള ഒരു ഹീമോഡയാലിസിസ് ആണ്. അത് വന്നിട്ട് ഇന്റൻസീവ് കെയർ യൂണിറ്റിലുള്ള പേഷ്യൻസിന്, അതായത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, വളരെ സിവിയർ ആയിട്ടുള്ള വൃക്കസ്തംഭനം സംഭവിച്ച രോഗികൾക്ക് കൊടുക്കുന്ന ഒരു ഡയാലിസിസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു നൂതന രീതിയിലുള്ള ഡയാലിസിസ് ആണ് കേട്ടോ. എല്ലാ ഹോസ്പിറ്റലുകളിലൊന്നും ഇത് അവൈലബിൾ അല്ല, കാരണം ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു ഡയാലിസിസ് ആണ് ഇത്. ഹീമോ ഡയാലിസിസ് പോലെ തന്നെ ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ നിന്ന് നടത്തുന്നത്, ഈ പറയുന്ന പ്യൂരിഫിക്കേഷൻ ഒക്കെ നടത്തുന്നത്. പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് 24 hour ഡയാലിസിസ് ആണ്.
24 hour ഡയാലിസിസ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാലോ, സിവിയർ ആയിട്ടുള്ള അവസ്ഥയാണ്. അപ്പൊ ഈ പറയുന്ന രോഗികൾക്ക് ICUലുള്ള ഇത്തരം സിവിയർ ആയിട്ടുള്ള പേഷ്യൻസിന് മൾട്ടിപ്പിൾ ആയിട്ട് വേറെ പല അസുഖങ്ങൾ ഉണ്ടാവാം. വേറെ പല അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം ബ്ലഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയുക, പെരിപ്പനിയോ ഡെങ്കിപ്പനിയോ അങ്ങനെയൊക്കെ പനി മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ഇപ്പൊ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റോ, കാർഡിയാക് അറസ്റ്റിൽ നിന്നും റിക്കവർ ചെയ്ത് വന്നിട്ടുള്ള പേഷ്യൻസും ആകാം കേട്ടോ. ഇനി ലിവർ ഫെയിലിയർ, ഇങ്ങനെയൊക്കെ മൾട്ടിപ്പിൾ കാരണങ്ങൾ കൊണ്ട് വൃക്കയുടെ പ്രവർത്തനം ഷട്ട് ഡൗൺ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? അവർക്കാണ് ഈ ഒരു ഡയാലിസിസ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു ഡയാലിസിസിനകത്ത്, അത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇതിനകത്ത് പറയുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഈ ഒരു ഡയാലിസിസിനകത്ത് നമ്മുടെ ഡയാലിസിസ് മെഷീൻ വഴി ഒരു ട്യൂബ് ഉണ്ട് അതിനകത്ത്. മനസ്സിലായോ? ഒരു ട്യൂബ് ഉണ്ട്. ആ ട്യൂബിനകത്ത് എന്തുണ്ട്? ഒരു ഫിൽറ്റർ ഉണ്ട്. ഒരു ട്യൂബാണ്. ആ ട്യൂബിലൂടെ ബ്ലഡിനെ പാസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ട്യൂബ് എന്ന് പറയാം, അതിനകത്ത് എന്തുണ്ട്? ഒരു ഫിൽറ്റർ ഉണ്ട്. ഈ ഫിൽറ്ററിലൂടെ ഇങ്ങനെ ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ വേസ്റ്റുകളെല്ലാം തന്നെ എന്ത് ചെയ്യപ്പെടാണ്? അരിച്ചെടുക്കപ്പെടും. എന്നിട്ട് ഈ പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് ഉണ്ടല്ലോ, ഫിൽറ്റേർഡ് ആയിട്ടുള്ള ബ്ലഡിനെ ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്യും. ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡും ആഡ് ചെയ്തിട്ടാണ് തിരിച്ച് ബോഡിയിലേക്ക്, ശരീരത്തിലേക്ക് തിരിച്ച് കയറ്റി വിടുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മനസ്സിലായല്ലോ? ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ഡയാലിസിസ് മെഷീൻ വഴി ഒരു ട്യൂബിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സെറ്റ് ഓഫ് ട്യൂബിംഗ് ഉണ്ട്, ഒരു ട്യൂബ് സർക്യൂട്ട് ഉണ്ട്. ആ ഒരു ട്യൂബിനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട്. അതിലൂടെ ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ ആ ഫിൽറ്ററിലൂടെ ബ്ലഡ് കടന്നു പോകുമ്പോൾ വേസ്റ്റുകളെല്ലാം തന്നെ അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പുറത്തേക്ക് വരുന്ന പ്യുവർ ബ്ലഡ് ഉണ്ടല്ലോ, ഫിൽറ്റേർഡ് ആയിട്ടുള്ള ബ്ലഡ്, അതിനകത്തേക്ക് ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡും കൂടെ ആഡ് ചെയ്യും. റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡും കൂടെ ആഡ് ചെയ്തിട്ട് അതാണ് ഇങ്ങോട്ടേക്ക് കയറ്റിവിടുന്നത്, ശരീരത്തിനകത്തേക്ക് തിരിച്ച് കയറ്റിവിടുന്നത്. അപ്പൊ ഈ ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് എന്തിനാണ് ആഡ് ചെയ്യുന്നത് എന്ന് അറിയാമോ? അത് വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതൊരു 24 hour ഡയാലിസിസ് ആണ് അല്ലെ. കാര്യം എന്താണ്? ഒരു റെഗുലർ ഡയാലിസിസ് ചെയ്യാനായിട്ട് അത്തരം രോഗികൾ, അല്ലെങ്കിൽ ഒരു റെഗുലർ ഡയാലിസിസ് ടോളറേറ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന പേഷ്യൻസിന് സാധിക്കില്ല. അവരുടെ ബോഡിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല, ഒരു റെഗുലർ ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇത് 24 hour ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട്, വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ത്രൂ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയാലിസിസ് ആണ്. അപ്പോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാണ് അല്ലെ, 24 hour ആണ്. അപ്പൊ എന്തുണ്ടാവും? ഈ പറയുന്ന BP വാരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഇംബാലൻസ് ഒക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട്, അതിനെ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് അതിന്റെ കൂടെ മിക്സ് ചെയ്ത് ശരീരത്തിനകത്തേക്ക് കയറ്റി വിടുന്നത്. മനസ്സിലായല്ലോ? ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇത് കാരണം ഇത്രയേ ഉള്ളൂ. കാര്യം ഇത് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ BP വാരിയേഷൻ വരാം, പല ഫ്ലൂയിഡിന്റെ ഇംബാലൻസസ് വരാം. അപ്പൊ അത് ഒന്ന് റിറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനൊന്ന് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് മിക്സ് ചെയ്തിട്ട് ബോഡിക്കകത്തേക്ക് കയറ്റി വിടുന്നത്. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ. കൂടുതൽ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പോകണ്ട. വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഡയാലിസിസ് ആണ്. നിങ്ങൾ പഠിക്കേണ്ടത് CRRTയുടെ ഫുൾ ഫോം പഠിക്കണം, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഹീമോഫിൽട്രേഷൻ. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് എങ്ങനെയുള്ള പേഷ്യൻസിനാണ് കൊടുക്കുന്നത്? അത് ICUവിലുള്ള വളരെ സിവിയർ ആയിട്ടുള്ള ക്രിട്ടിക്കൽ ICU പേഷ്യൻസിനാണ് ഇത്തരത്തിലുള്ള ഒരു ഡയാലിസിസ് കൊടുക്കുന്നത്. ഇത് 24 hour ഡയാലിസിസ് ആണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. This therapy is used mainly in the intensive care unit for the people with severe kidney failure. അതാണ് അവിടുത്തെ പോയിന്റ് കേട്ടോ. CRRTയുടെ പോയിന്റ് എന്താണ്? This therapy is used mainly in the intensive care unit for the people with severe kidney failure. അതായത് വളരെ സിവിയർ ആയിട്ടുള്ള വൃക്കസ്തംഭനം സംഭവിച്ചിട്ടുള്ള രോഗികൾക്ക് ICUവിൽ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് റീനൽ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ ഹീമോഫിൽട്രേഷൻ. It is also known as a hemofiltration. A machine passes the blood through a tube. ഞാൻ പറഞ്ഞില്ലേ, ഒരു ട്യൂബിലൂടെ കടത്തിവിടും. അത് കഴിഞ്ഞിട്ടോ എ ഫിൽറ്റർ ദാറ്റ് എലിമിനേറ്റ്സ് വേസ്റ്റ് പ്രോഡക്ട്സ് ആൻഡ് വാട്ടർ. അതിനകത്ത് ഒരു എന്തുണ്ട്? ഒരു ഫിൽറ്റർ ഉണ്ട്. അപ്പൊ ആ ഫിൽറ്റർ എന്ത് ചെയ്യും? ഈ പറയുന്ന വേസ്റ്റുകളെല്ലാം തന്നെ എലിമിനേറ്റ് ചെയ്യും. എന്നിട്ടോ ദ ബ്ലഡ് ഈസ് റിട്ടേൺഡ് ടു ദ ബോഡി ടുഗെദർ വിത്ത് ദ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ്. എന്നിട്ട് ഈ ബോഡിയിലേക്ക് തിരിച്ച് പ്യുവർ ബ്ലഡിന്റെ കൂടെ എന്തും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്? ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ശരീരത്തിലേക്ക് തിരിച്ച് കയറ്റി വിടുന്നത്. This procedure is discharged 12 to 24 hours a day, normally every day.
മനസ്സിലായി? എല്ലാ ദിവസവും ചെയ്യും. അവരുടെ ലൈഫിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ സ്ലോ ആയിട്ട് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു ഡയാലിസിസ് ആണ്. കാര്യം ഇതൊരു ടൈപ്പ് ഓഫ് കീമോ ഡയാലിസിസ് എന്ന് പറയാൻ കാരണം അതിനകത്തും ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടല്ലേ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇത്രയേ ഉള്ളൂ ടൈപ്സ് ഓഫ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ HB ഹീമോഡയാലിസിസ് മനസ്സിലാക്കി, PD പെരിറ്റോണിയൽ ഡയാലിസിസ് മനസ്സിലാക്കി. അതിൽ 3 തരത്തിലുണ്ട്. ആ 3ന്റെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് CRRT കേട്ടോ. ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക്? ചിലപ്പോ നിങ്ങൾ ഉറങ്ങിപ്പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. ശരി, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അടുത്ത എന്താണ്? അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ് കേട്ടോ. പ്രയോജനങ്ങളാണ് ഇവിടെ. പ്രയോജനങ്ങൾ എന്നല്ല ഇവിടെ, പ്രയോജനം അല്ല അവിടെ കൊടുത്തേക്കുന്നത്. അതായത് ഒരു ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഇഫക്റ്റീവ് ആയ രീതിയിൽ വരണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു പേഷ്യന്റ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനിയുള്ള ഭാഗങ്ങൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങൾ പ്രധാനമായിട്ടും ഈ പറയുന്ന ടേംസുകൾ ഓരോ പ്രൊസീജിയറൊക്കെ ക്ലിയർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നോക്കാം അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ്. എന്തെല്ലാം പ്രയോജനങ്ങളാണ്? പ്രയോജനം എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് വന്നിട്ട് നമ്മളുടെ എന്താണ്, ഒരു ഡയാലിസിസ് വളരെ ഇഫക്റ്റീവ് ആവണമെങ്കിൽ ഒരു ഡയാലിസിസ് പേഷ്യന്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. The following steps can help increase the effectiveness of your dialysis treatments. അതായത് താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡയാലിസിസ് നമുക്ക് കുറേ കൂടെ ഇഫക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കും, ഫലപ്രദമാക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണത് നോക്കാം നമുക്ക്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ്സ് ആസ് പെർ to the recommended schedule. എന്താണ്? കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ്സ് ആസ് പെർ ടു ദ recommended schedule. അതായത് നമ്മുടെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള, ശുപാർശ ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ചികിത്സ കംപ്ലീറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? ഡോക്ടർ ഈ പറയുന്ന പോലെ റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് എന്ത് ചെയ്യണം? ഈ പറയുന്ന ട്രീറ്റ്മെന്റുകൾ കൃത്യമായിട്ട് ചെയ്യും, കംപ്ലീറ്റ് ആക്കാം. കാര്യം അവർ പറയൂലേ ഏത് തരത്തിലുള്ള ഡയാലിസിസ് ചെയ്യണം. നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കം പറഞ്ഞു ഏത് തരത്തിലുള്ള ഡയാലിസിസ് ചെയ്യണം, എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറാണ് തീരുമാനിക്കുന്നത് അല്ലെ. രോഗിയുടെ മെഡിക്കൽ കണ്ടീഷനും ഒക്കെ നോക്കിയിട്ടാണ് ഡോക്ടർ തീരുമാനിക്കുന്നത്. അപ്പോ അവര് പറയും, ഇപ്പൊ ആഴ്ചയിലാണെങ്കിൽ ഇപ്പൊ 3 പ്രാവശ്യം ചിലപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ അവരുടെ രോഗത്തിന്റെ കാഠിന്യത്തിനനുസരിച്ചിരിക്കും. ചിലർക്ക് 2 പ്രാവശ്യമായിരിക്കാം, ചിലർക്ക് ഒരു ദിവസം തന്നെ പല തവണ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അത് എങ്ങനെയാണോ ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തേക്കുന്നത് അതിനനുസരിച്ച് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കൃത്യമായിട്ട് ആ ഒരു ചികിത്സ കംപ്ലീറ്റ് ചെയ്തിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് അവോയ്ഡ് ദ കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ദ ഡയറ്റീഷ്യൻ. അതായത് ഡയറ്റീഷ്യൻ നിർദ്ദേശിക്കുന്ന ആ ഒരു ഭക്ഷണക്രമം പാലിക്കുക. നമ്മൾ ഡയറ്ററി സർവീസ് പഠിച്ചപ്പോൾ ഓൾറെഡി കണ്ടതാണ് അല്ലെ. ഈ പറയുന്ന വൃക്കരോഗികൾക്കൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഡയറ്റ് ഏതായിരുന്നു? ഏത് ഡയറ്റ് ആയിരുന്നു നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്? ഏതായിരുന്നു? ഏത് ഡയറ്റാണ് നമ്മൾ കിഡ്നി പേഷ്യൻസിന് കൊടുക്കുന്നത്? ഏത് തെറാപ്യൂട്ടിക് ഡയറ്റ് ആയിരുന്നു? ഏതാണ്? റീനൽ ഡയറ്റ് അല്ലെ. കറക്റ്റ് ആണ് കേട്ടോ. സുനി, ഷിജിന, അലീന കറക്റ്റ് ആണ് കേട്ടോ. റീനൽ, സൗമ്യ. ഓക്കെ, അപ്പൊ റീനൽ ഡയറ്റ് ആണ്. റീനൽ ഡയറ്റ് അല്ലെ. ആ ഒരു ഭക്ഷണക്രമം വേണം പിന്തുടരാനായിട്ട് കേട്ടോ. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? Get as much physical activity as possible to improve your strength and heart health. അതായത് ഈ ഒരു സ്ട്രെങ്ത് അല്ലെ, ആ ഒരു ശക്തിയും അതുപോലെ തന്നെ ഹൃദയാരോഗ്യവും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിർവഹിക്കണം. ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്ന ഒരാളാണ് എന്ന് കരുതിയിട്ട് അവരങ്ങനെ ഇരിക്കുകയല്ല. അവര് ഡോക്ടർ പറഞ്ഞു കൊടുക്കും ഇന്ന എക്സസൈസുകൾ നിങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ ചെയ്യണം. ഇതിനു വേണ്ടിയിട്ടാണ് ആ ഒരു സ്ട്രെങ്ത് കൂട്ടാൻ അല്ലെ, അതുപോലെ തന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും കൂടെ വേണ്ടിയിട്ടാണ്.
കാരണം നമുക്കറിയാം AV ഫിസ്റ്റുല ചെയ്യുമ്പോഴും AV ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഒരു അല്ലെ സർജറിയാണ്. അപ്പൊ നമുക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. അപ്പൊ കുറെ കൂടെ നമ്മൾ സ്ട്രെങ്ത് വരണം, നമുക്ക് കുറെ കൂടെ നമ്മൾ ഹെൽത്തി ആവണം അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള ചില എക്സസൈസുകൾ, മറ്റുള്ള ചില ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യും. അതനുസരിച്ച് ചെയ്തിരിക്കുക, അതനുസരിച്ച് ചെയ്യണം കേട്ടോ, ഒരു ഡയാലിസിസ് പേഷ്യന്റ് ചെയ്യണം. പിന്നെ അടുത്ത പോയിന്റ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡയാലിസിസ് പ്രൊവൈഡർ ആൻഡ് ഫാർമസിസ്റ്റ് about any medications, supplements or herbal products you are taking or are considering starting. അതായത് ഇപ്പൊ ഈ പേഷ്യൻസ് അവര് നിലവിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലപ്പോ മെഡിസിൻസ് ആവാം, അല്ലെങ്കിൽ അവരിനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവരിനി തുടങ്ങാൻ പോകുന്ന മരുന്നുകളെ പറ്റി, അങ്ങനെയുള്ള മെഡിക്കേഷൻസ്, സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഹെർബൽ പ്രോഡക്ട്സ് അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഡയാലിസിസ് പ്രൊവൈഡറും ഫാർമസിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അല്ലാണ്ട് പേഷ്യന്റ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല അവരുടെ മെഡിക്കേഷൻസ് എടുക്കേണ്ടത്. അവർ നിലവിൽ എടുക്കുന്നതാവാം, ചിലപ്പോൾ അവർ ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, ചില മെഡിസിൻസ് അവര് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ പറയുന്ന ഡയാലിസിസ് പ്രൊവൈഡറുമായിട്ടും ഫാർമസിസ്റ്റുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാര്യം അവരുടെ ഒരു മേൽനോട്ടത്തില് അല്ലെങ്കിൽ അവരുടെ ഒരു പിന്തുണയോട് കൂടി മാത്രമാണ് ഒരു ഡയാലിസിസ് പേഷ്യന്റ് അതെല്ലാം തന്നെ ഫോളോ ചെയ്യാനായിട്ട് പാടുള്ളൂ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് പറയുന്നത്, ടോക്ക് വിത്ത് ഡയാലിസിസ് ടീം അബൌട്ട് എനി ആൻസൈറ്റി ഓർ സൈഡ് ഇഫക്ട്സ് ദാറ്റ് യു മേ ഹാവ്. അതായത് നമുക്ക് ഇപ്പൊ ഈ ഡയാലിസിസ് മൂലം ഉണ്ടാകുന്ന എന്തെങ്കിലും ഉത്കണ്ഠയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെ, പാർശ്വഫലങ്ങളെ പറ്റിയൊക്കെ നമുക്ക് പല ഇഷ്യൂസ് അല്ലെ, ചില ഉത്കണ്ഠ ഉണ്ടാവാം, ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അവയെല്ലാം തന്നെ ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കാം. ഓക്കെ, അവരായിട്ട്. കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, ഡയാലിസിസ് ചെയ്യുമ്പോൾ എല്ലാം നമ്മൾക്ക് ശാരീരികമായിട്ട് ഒത്തിരിയേറെ മാറ്റങ്ങൾ വരും. ശരീരത്തിന് മാത്രമല്ല മാറ്റങ്ങൾ വരും അല്ലെ, നമ്മുടെ മാനസികമായിട്ടും നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരും അല്ലെ, അസുഖങ്ങളൊക്കെ വരുമ്പോൾ. അപ്പൊ നമുക്ക് പല ഉത്കണ്ഠയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഡയാലിസിസ് ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ഡയാലിസിസ് ഇഫക്റ്റീവ് ആവാനായിട്ട് ഒരു പേഷ്യന്റ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാണ് പറഞ്ഞത്? ഡോക്ടർ ശുപാർശ ചെയ്യുന്ന ആ ഒരു ഷെഡ്യൂളുകൾക്ക് അനുസരിച്ച് കൃത്യമായിട്ട് ചികിത്സ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ ഒരു ഡയറ്റീഷ്യൻ നിർദ്ദേശിക്കുന്ന ഭക്ഷണക്രമം പാലിക്കണം. പിന്നെ എന്താണ്, നമ്മളുടെ ഒരു സ്ട്രെങ്ത് അല്ലെ, ശക്തി കൂട്ടാനും അതുപോലെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനുമായിട്ട് ആവശ്യമായിട്ടുള്ള ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്യണം. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കേട്ടോ, സ്വന്തം ഇഷ്ടത്തിനല്ല, ഡോക്ടർ പറയും അതിനനുസരിച്ചുള്ള എക്സസൈസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞത്, ഈ ഒരു പേഷ്യൻസ് എടുക്കുന്ന മെഡിസിൻ അല്ലെങ്കിൽ അവർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന മെഡിസിൻസിനെ കുറിച്ചിട്ട് അവരുടെ ഡയാലിസിസ് പ്രൊവൈഡറും ഫാർമസിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഉൾക്കണ്ടയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത് കേട്ടോ. ശരിക്കും പറഞ്ഞാല് നമ്മൾ പറയും AV ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൈപാദം അല്ലെങ്കിൽ കൈമടക്കിലൊക്കെ ആണല്ലോ ചെയ്യുന്നത്. അവര് ഡോക്ടേഴ്സ് എപ്പോഴും പറയും അവിടെ അധികം പ്രഷർ കൊടുക്കരുത്. മനസ്സിലായി, ഇത്തിരി പ്രഷറൊന്നും അവിടെ കൊടുക്കരുത്. ചിലരിങ്ങനെ കൈ ഇങ്ങനെ വെച്ച് ചാച്ചിങ്ങനെ കിടന്നുറങ്ങൂലേ, അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അധികം പ്രഷർ കൊടുക്കാത്ത രീതിയിൽ വേണം കിടക്കാനും, അല്ലെങ്കിൽ ഒത്തിരി വെയിറ്റ് എടുക്കാനോ അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, മനസ്സിലായെന്ന് വിചാരിക്കും. അടുത്തതാണ് ആഫ്റ്റർ ഇഫക്ട്സ് ആണ്, അതായത് പാർശ്വഫലങ്ങളാണ് കേട്ടോ. ഈ പറയുന്ന ഡയാലിസിസ് നമ്മൾ HD കണ്ടു, എന്താ പറയാ പെരിറ്റോണിയൽ ഡയാലിസിസ് ഒക്കെ കണ്ടു. ഇതിനെല്ലാത്തിനും എന്താണ്, ചില പാർശ്വഫലങ്ങളുണ്ട് അല്ലെ. എന്തൊക്കെ ആഫ്റ്റർ ഇഫക്ട്സുകളാണ് ഉള്ളതെന്നാണ് ഇനി നമ്മൾ പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം, both kinds of dialysis come with സൈഡ് ഇഫക്ട്. രണ്ട് ഡയാലിസിസ് എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ ചില പാർശ്വഫലങ്ങളുണ്ട് അല്ലെ. ഇറ്റ് ക്യാൻ ആൾസോ ബി ഡിഫിക്കൽട്ട് ടു ടെൽ ഷുവർലി വെദർ ഇറ്റ് ഈസ് എ സിംപ്റ്റം is because of dialysis or the kidney failure that is also affecting the body അല്ലെ. നമുക്ക് പറയാൻ പറ്റില്ല അതിനിപ്പോ ഈ പറയുന്ന പോലെ എന്താണ് ഡയാലിസിസ് മൂലമാണോ അല്ലെങ്കിൽ അതൊക്കെ തകരാറ് കൊണ്ടാണോ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ഷുവർ ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ സാധാരണ some of the most common after effect that people tell of include എന്തൊക്കെ പാർശ്വഫലങ്ങൾ അപ്പൊ നിങ്ങൾ പഠിക്കുന്നു കേട്ടോ. പണ്ടാർന്ന് ആഫ്റ്റർ ഇഫക്ട് അഥവാ സൈഡ് ഇഫക്ട്സ് HD ആണെങ്കിൽ HDയുടെ ചോദിക്കാം, PD ആണെങ്കിൽ PD ചോദിക്കാം. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ആദ്യം നമ്മൾ പറയുന്നത് ഹീമോഡയാലിസിന്റെ പാർശ്വഫലങ്ങളാണ് കേട്ടോ. അപ്പൊ 1-2 പോയിന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് പറയുന്നത്
സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ് അഥവാ എൻട്രൻസ് പോയിന്റ് അല്ലെ. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ്. നമ്മൾ ഇന്നലെ പല വാസ്കുലർ ആക്സസ് സൈറ്റുകൾ കണ്ടിരുന്നു അല്ലെ. AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, കത്തീറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിരുന്നു. അതെല്ലാം തന്നെ വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. അവിടെ ഉണ്ടാകുന്ന ബ്ലോക്കേജ് അല്ലെങ്കിൽ സ്റ്റോപ്പേജ് എന്ന് പറയാം അല്ലെ. ചിലപ്പോൾ ഒരു പക്ഷെ ബ്ലഡ് അവിടെ ക്ലോട്ട് ആവാം, മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ മൂലം ഒക്കെ ഫ്ലോ കുറയാം, അല്ലെങ്കിൽ അവിടുത്തെ വെയിൻ വളരെ നാരോ ആവാം അല്ലെ. അങ്ങനെ നാരോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ട രീതിയിൽ ബ്ലഡ് ഫ്ലോ ഒന്നും നടക്കാതെ വരും അല്ലെ. അപ്പൊ ഒരു ബ്ലോക്കേജ് അവിടെ സംഭവിക്കാം. അപ്പൊ അതൊരു പ്രശ്നമാണ്. ഇപ്പോഴും സംഭവിക്കുന്നല്ല കേട്ടോ പറയുന്നത്, സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പം അതൊരു പ്രശ്നമാണ്. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ്. കേട്ടോ. രണ്ടാമത്തത് പറയുന്നത് മസ്കുലാർ സ്പാസം. എന്താണ് മസ്കുലാർ സ്പാസം? സ്പാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വലിവ് അല്ലെ. പേശി വലിവുകളാണ് ഉദ്ദേശിക്കുന്നത്. മസ്കുലാർ സ്പാസം എന്ന് പറയുമ്പോൾ പേശി വലിവുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഈ പറയുന്ന ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായിട്ടുള്ള കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസും മറ്റും ചെയ്യണം അല്ലെ. അപ്പൊ നമ്മളെ ഒരു കാര്യം എന്താ പറയാ ചെയ്യാതിരുന്നിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരും അല്ലെ. ഈ മസ്കുലാർ സ്പാസം എന്ന് പറയുന്നത് പേശി വലിവുകളാണ്. കാര്യം ഈ പറയുന്ന ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഫ്ലൂയിഡ് ഇംബാലൻസും ഈ പറയുന്ന മിനറൽ ഇംബാലൻസും ഒക്കെ ചെറിയ രീതിയിലൊക്കെ വരും. അപ്പോ അതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് പേശി വലിവുകൾ കേട്ടോ. മസ്കുലാർ സ്പാസം അത് സംഭവിക്കാം. അതൊരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. പിന്നെ പറയുന്നത് ഹൈപ്പോ ടെൻഷൻ ബ്ലഡ് പ്രഷർ. ഹൈപ്പോ ടെൻഷൻ കേട്ടോ പറയുന്നത്, ഹൈപ്പർ അല്ല പറയുന്നത്, ഹൈപ്പോ ആണ് പറയുന്നത്. എന്ന് വെച്ചാല് ബ്ലഡ് പ്രഷർ താഴെ പോകാം. മനസ്സിലായല്ലോ? BP വേരിയേഷൻ വരാം. പിന്നെ പ്രധാനമായിട്ടും ഹൈപ്പോ ടെൻഷൻ ആണ് കേട്ടോ പറയുന്നത്. BP വേണമെങ്കിൽ കുറയാം, അങ്ങനൊരു അവസ്ഥ ഉണ്ടാകാം. പിന്നെ എന്താണ്? വീക്ക്നെസ്, ഡിസിനെസ് ഓർ നോസിയ. അതായത് നമുക്കൊരു തളർച്ച അനുഭവപ്പെടുക, അതുപോലെ നമുക്ക് തലകറക്കം പോലെ, അതുപോലെ ഒക്കാണ് അല്ലെ, നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഫീലിംഗ്, ഇതെല്ലാം തന്നെ ഹീമോഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. പിന്നെ പറയുന്നത് ബ്ലഡ് ലോസ് ആണ് അല്ലെ. അതായത് രക്തം ഈ പറയുന്ന പോലെ നഷ്ടപ്പെടും. അപ്പൊ ഫിസ്റ്റുല മറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡയാലിസിസ് ഒക്കെ ചെയ്ത് ചെറിയ അളവിലൊക്കെ ബ്ലഡ് ലോസ് വരാം. അത് കൂടാതെ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു മിനിറ്റ്. ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ബ്ലഡ് ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പോഴും ആ ഒരു രീതിയിൽ ബ്ലഡ് എന്താണ് ലോസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ആഫ്റ്റർ ഇഫക്റ്റുകൾ. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഹീമോഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റ് ആണ് കേട്ടോ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ബ്ലോക്കേജ് ഓഫ് വാസ്കുലർ ആക്സസ് സൈറ്റ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് മസ്കുലാർ സ്പാസം അഥവാ പേശി വലിവ്. പിന്നെ മൂന്നാമത്തത് ഹൈപ്പോ ടെൻഷൻ ബ്ലഡ് പ്രഷർ, അതായത് ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകുക കേട്ടോ, ബ്ലഡ് പ്രഷർ താഴ്ന്നു പോവുക. പിന്നെ വീക്ക്നെസ്, ഡിസിനെസ്, പിന്നെ എന്താണ് നോസിയ, പിന്നെ ബ്ലഡ് ലോസ്. ഇതൊക്കെയാണ് സാധാരണയായിട്ടുണ്ടാകുന്ന സൈഡ് ഇഫക്ട്സ് എന്തിന്റെ? ഹീമോഡയാലിസിസിന്റെ. ഇനി നെക്സ്റ്റ് വരുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പറയുന്നത് ഹെർണിയ. ഓക്കെ, ഹെർണിയ ആണ്. ഹെർണിയ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ പറയുന്ന അബ്ഡോമൻ ലൈനിങ്ങിലൊക്കെ വരുന്ന ഒരു തരം സ്വെല്ലിംഗ് ആണ് കേട്ടോ. ഒരു തരം ലംബ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ മുഴ അല്ലെ, മുഴ അല്ലെങ്കിൽ ഒരു വീർമത അങ്ങനെയൊക്കെ വരുന്നതാണ് ഉദര സംബന്ധമായിട്ട്. അതിനെയാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഹെർണിയ വരാം. കാര്യം നമുക്കറിയാം, പെരിറ്റോണിയൽ ഡയാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ അബ്ഡോമന്റെ പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്തേക്ക് ഫ്ലൂയിഡ് ഒക്കെ നിറച്ചിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പെരിറ്റോണിയൽ ലൈനിങ്ങിൽ അവിടെയൊക്കെ ചില ലംസോ ഇതിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് ചില ലംസ്, സ്വെല്ലിങ് അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതിന്റെ ഫലമായിട്ടാണ് ഹെർണിയ ഉണ്ടാവുന്നത്. ഹെർണിയ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ ഓഫൺ പ്രസന്റിങ് എസ് എ ലംബ് ഓർ സ്വാളൻ. അതായത് ലംബ് അതായത് മീൻസ് ഒരു മഴ പോലെ സ്വാളനായിട്ട് ഒരു വീർത്തിരിക്കുന്ന ഒരു ഇൻഫ്ലക്സ് പോലെ അവസ്ഥ കേട്ടോ. അതാണ് ഹെർണിയ. അത് പറയുന്ന പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആണ് കേട്ടോ, ആഫ്റ്റർ ഇഫക്റ്റ് ആണ്, അങ്ങനെ സംഭവിക്കാം. പിന്നെ പറയുന്നത് വെയിറ്റ് ഗെയിൻ ആണ്, അതായത് അമിതഭാരം. കാര്യം നമ്മൾ ഈ ഒരു പെരിറ്റോണിയൽ ഫ്ലൂയിഡ് നമ്മുടെ ക്യാവിറ്റിക്കകത്ത് നിറച്ച് കുറച്ചു നേരം നമ്മൾ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ കൂടുതൽ ലോങ്ങർ ആയിട്ട് ആ ഒരു സൊല്യൂഷൻ നമ്മുടെ പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്ത് നിറഞ്ഞിരുന്ന് പിന്നെ നമ്മളത് ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. അങ്ങനെ ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും
വെയിറ്റ് ഗെയിൻ ഉള്ളൊരു സാധ്യതയുണ്ട്. അതായത് ശരീരഭാരം വർദ്ധിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതൊക്കെയാണ് അതിന്റെ ഒരു പാർശ്വഫലം എന്ന് പറയുന്നത്. അപ്പൊ PDന്റെ സൈഡ് ഇഫക്ട് ചോദിച്ചാൽ ഹെർണിയ പറയാം, അതുപോലെ തന്നെ വെയിറ്റ് ഗെയിനും പറയാം കേട്ടോ. അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു കാര്യം പറയുന്നത്, even though these after effects may sound terrifying, they should be compared to the risks that arise from the continuing to live with the untreated kidney failure. കാര്യം നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പാർശ്വഫലങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. പക്ഷെ നമ്മളൊരു കിഡ്നി ട്രീറ്റ് ചെയ്യാണ്ട് ജീവിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് അല്ലെ. കിഡ്നി എന്ന് പറയുന്നത് നമ്മൾ ട്രീറ്റ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് അതിലും വലിയ പ്രശ്നത്തിലേക്ക് എത്തി. കാര്യം ഇത്തരം പാർശ്വഫലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഏകദേശം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഒരു രോഗിയുടെ ലൈഫ് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹീമോ ഡയാലിസിസിൽ നിന്നുള്ള മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. പെരിറ്റോണിയം എന്ന് പറയുന്നത് നമ്മുടെ ഉദരത്തിലെ അവയവങ്ങളെല്ലാം തന്നെ ആവരണം ചെയ്യുന്ന ഒരു നേർത്ത സ്ഥലമാണ് പെരിറ്റോണിയം. അതിന്റെ പ്രൊസീജിയർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കത്തീറ്റർ പ്രവേശിപ്പിച്ച് അതിനകത്ത് കൂടെ ഒരു ലായനിയാണ് നമ്മൾ നിറയ്ക്കുന്നത്. ആ ലായനിയെ നമ്മൾ ഡയാലിസേറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് പറയാ? ഡയാലിസേറ്റ്. അത് നിറയ്ക്കുന്നു, അത് വേസ്റ്റിനെ അബ്സോർബ് ചെയ്യുന്നു, തിരിച്ച് നമ്മൾ അതിനെ പുറത്തേക്ക് ഒഴുക്കി കളയുന്നു. ഇതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ കത്തീറ്റർ ഒരു പ്രാവശ്യം പ്രവേശിപ്പിക്കുന്ന ടാസ്ക് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം രോഗിക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഈ പറയുന്ന കത്തീറ്റർ ട്യൂബ്സും മറ്റനുബന്ധ സാമഗ്രികളും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ രോഗിക്ക് തന്നെ അത് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം. പിന്നെ നമ്മൾ 3 ടൈപ്പ് PD ആണ് ഉള്ളത്. ഒന്ന് CAPD, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കാം, ആംബുലേറ്ററി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നമുക്ക് സഞ്ചരിക്കാവുന്ന, നീങ്ങാവുന്ന, നടക്കാവുന്ന. അപ്പൊ അവിടെ എന്ത് വേണ്ട? ഡസ് നോട്ട് റിക്വയർ എ മെഷീൻ. ഒരു മെഷീന്റെ ആവശ്യമില്ല. അത് മാത്രമല്ല ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ നടത്താൻ പറ്റുന്ന ഒരു ഡയാലിസിസ് ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് CCPD ആണ്. CCPD എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. അവിടെ എന്താണ് പ്രത്യേകത? അവിടെ മെഷീൻ ആവശ്യമുണ്ട്. പിന്നെ ഉറങ്ങുന്ന സമയങ്ങളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു ഡയാലിസിസ് ആണിത്. മൂന്നാമത് നമ്മൾ കണ്ടത് ഇന്റർമീഡിയന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ IPD ആണ്. ഇന്റർമീഡിയന്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇടവിട്ട് എന്നുള്ളതാണ്. അപ്പൊ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് അവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ചികിത്സ എന്തായിരിക്കും? ട്രീറ്റ്മെന്റ് വിൽ ബി ലോങ്ങർ ആയിരിക്കും അല്ലെ, കുറെ കൂടി ലെങ്തി ആയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് ആയിരിക്കും. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ അവിടെ പഠിച്ചത്. പിന്നെ നമ്മൾ കണ്ടത് CRRT എന്താന്ന് പറഞ്ഞു അല്ലെ, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അതിന്റെ മറ്റൊരു പേരാണ് ഹീമോ ഫിൽട്രേഷൻ. അത് ഒരു വേറിട്ട രീതിയിലുള്ള എന്താണ് ഹീമോ ഡയാലിസിസ് ആണ്. ഇതിനകത്ത് നമ്മൾ ഹീമോ ഫിൽട്രേഷൻ എന്ന് പറയുന്ന വേറൊരു പേരും കൂടെ അതിനുണ്ട് കേട്ടോ. പിന്നെ ഇത് സാധാരണ ഇങ്ങനെയുള്ള രോഗികൾക്കാണ് ചെയ്യുന്നത്. ICU പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു നൂതന രീതിയിലുള്ള ഡയാലിസിസ് ആണ്. ഇതൊരു 24 hour ഡയാലിസിസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പഠിച്ചത്. പിന്നെ നമ്മൾ ഡയാലിസിസ് മെച്ചപ്പെടുത്താൻ, ഡയാലിസിസ് നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആവണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ ഷെഡ്യൂള് അനുസരിച്ച് ചികിത്സ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ ഭക്ഷണക്രമം കൃത്യമായിട്ട് പാലിക്കുക. എന്തെങ്കിലും ഉത്കണ്ഠയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് ഡയാലിസിസ് ടീമുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഡയാലിസിസ് പ്രൊവൈഡറോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റോ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ കഴിയുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം. ഇനി നമ്മൾ കണ്ടത് ആഫ്റ്റർ എഫക്ട്സ് ആണ് കേട്ടോ. HDയുടെ ആഫ്റ്റർ എഫക്ട്സുകൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ബ്ലോക്കേജ് ഓഫ് വാസ്കുലർ സൈറ്റ്, വാസ്കുലർ ആക്ഷൻ സൈറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ബ്ലോക്കേജ്, മസ്കുലർ സ്പാസം, ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ, വീക്ക്നെസ്, ഡിസ്നെസ്, നോസിയ ആൻഡ് ബ്ലഡ് ലോസ്. PD എന്ന് പറയുമ്പോൾ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഹെർണിയ വരാം, അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് കേട്ടോ. അപ്പൊ ഒത്തിരി ഷോർട്ട് ഫോംസുകൾ ഉണ്ട്, മാറിപ്പോകരുത്. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. അയ്യോ, ഒരു മിനിറ്റ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്?
തലകറക്കം. തലകറക്കം കേട്ടോ. ഡിസിനസ് എന്ന് പറഞ്ഞാല് തലകറക്കം. ക്ലിയർ ആണല്ലോ ഇന്നത്തെ ക്ലാസ്? ഓക്കെ അല്ലേ? ശരി കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു.